കേരളത്തിന്റെ വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് യൂണിറ്റുകൾ കടന്നു. എക്കാലത്തെയും റെക്കോർഡുകൾ ഭേദിച്ചാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈദ്യുതി ഉപഭോഗം കണക്കാക്കിയത്. 10 കോടി യൂണിറ്റിനു മുകളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈദ്യുതി ഉപഭോഗം കണക്കാക്കിയിട്ടുണ്ട്. ലോഡിലുണ്ടായ ക്രമാതീതമായ വർധനവ് മൂലം ട്രാൻസ്ഫോമറുകളടക്കം കത്തിപ്പോകുന്ന ഗുരുതരമായ സ്ഥിതിയിലാണെന്നും KSEB ഉദ്യോഗസ്ഥർ പറയുന്നു. കേരളത്തിലെ വൈദ്യുത മേഖല ഒരു പ്രശ്നത്തിലാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വൈദ്യുത ഉപഭോഗം ഏറ്റവും കൂടുതൽ വീടുകളിലാണ്. ഗാർഹിക ഉപഭോഗമാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ വൈദ്യുതി മേഖലയിൽ നിയന്ത്രണം ഗാർഹിക മേഖലയിൽ തന്നെയാണ് ഉണ്ടാവേണ്ടത്. കേരളത്തിലെ ഒരു 60% വൈദ്യുതി ഉപയോഗിക്കുന്നത് വീടുകളിലാണ്. വീടുകളിലെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി തൊട്ട് രാത്രി 11 മണി വരെ വൈദ്യുത ഉപഭോഗത്തിൻ്റെ പീക്ക് അവേഴ്സ് എന്ന് പറയും. ആ സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിച്ചാൽ തന്നെ നമുക്ക് വൈദ്യുത ഉപഭോഗം കാര്യമായി കുറയ്ക്കാൻ പറ്റും. ഒരു കാരണവശാലും നമ്മുടെ വീട്ടിലെ പ്രധാനപ്പെട്ട വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായ വാഷിംഗ് മെഷീൻ, ഹീറ്ററുകൾ, ഇൻഡക്ഷൻ കുക്കർ, ഗ്രൈൻഡറുകൾ ഇവ പരമാവധി ഓഫ് ചെയ്യുക. ഇസ്തിരിപ്പെട്ടി, കുക്കറുകൾ, ഇലക്ട്രിക്കിലുള്ള നമ്മുടെ വീട്ടിലെ വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പ് സെറ്റ് ഇവയൊന്നും രാത്രി 6 മണി തൊട്ട് 11 മണി വരെ ഉപയോഗിക്കാതിരുന്നാൽ തന്നെ നമുക്ക് ഒരുപാട് വൈദ്യുതി ലാഭിക്കാം. നമ്മൾ പണം കൊടുത്ത് തന്നെയാണ് വൈദ്യുതി ഉപയോഗിക്കുന്നത്. പക്ഷേ എല്ലാവരും ഒരേ സമയം വൈദ്യുതി ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ലൈനിൽ നിന്ന് വൈദ്യുതി വരുന്നത് കട്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതാണ് ഗൗരവമായിട്ടുള്ളൊരു വിഷയം. നമുക്ക് രാത്രി വൈദ്യുതി നഷ്ടപ്പെട്ടാനുള്ള അവസ്ഥ നമുക്കറിയാം. ഈ അതികഠിനമായ ചൂടാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇത്തരം വൈദ്യുതി ഉപഭോഗം കൂടിയ ഉപകരണങ്ങൾ പ്രവർത്തന സമയം ഒന്ന് ക്രമീകരിച്ചു പകൽ സമയം ഇത്തരം ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്ന വഴിക്ക് തിരിഞ്ഞ് വൈദ്യുത ഉപഭോഗം നിയന്ത്രിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് വൈദ്യുതി ബോർഡ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. തീർച്ചയായിട്ടും വൈദ്യുതി ബോർഡിനോട് സഹകരിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. നമുക്ക് ലോഡ് ഷെഡിങ്ങിലേക്ക് പോകേണ്ടാത്തൊരവസ്ഥ ഉണ്ടാവണം. തീർച്ചയായിട്ടും നമ്മളെല്ലാ ഉപഭോക്താക്കളും ഈ വൈദ്യുത മേഖലയിൽ ഒരു അടിസ്ഥാനപരമായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന 6 മണി തൊട്ട് 11 മണി വരെ എന്ന് പറഞ്ഞ സമയത്ത് പുതിയ സ്ലാബ് തന്നെ സത്യത്തിൽ നിലവിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ സമയത്തുള്ള വൈദ്യുതി ഉപഭോഗം കൂടുതലായത് കാരണം നമുക്ക് പുറത്തുനിന്ന് വലിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ടി വരും. വൈദ്യുതി ബോർഡ് ഇപ്പോൾ സബ്സിഡി നിരക്കിലൊക്കെ നമുക്ക് വില കുറച്ച് തരുന്നുണ്ടെങ്കിൽ തന്നെയും ഭാവിയിൽ അങ്ങനെ തരണമെന്ന് നിർബന്ധമില്ല. കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് നമുക്ക് 3000 കിലോവാട്ടിൻ്റെ മെഗാവാട്ടിൻ്റെ ഉപയോഗം നടന്ന കേരളത്തിൽ ഇപ്പോൾ 3500 3600 മെഗാവാട്ടിൻ്റെ ഉപയോഗമാണ് നടക്കുന്നത്. സത്യത്തിൽ 3000-ന് താഴെ മാത്രമേ കേരളത്തിൽ നമുക്ക് ഉൽപ്പാദനം നടക്കുന്നുള്ളൂ. ബാക്കി 600-700 മെഗാവാട്ട് നമ്മൾ ഓരോ ദിവസവും വാങ്ങുകയാണ്. അത് വളരെ ഗൗരവപൂർണ്ണമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും അറിയണം നമ്മൾ ഏത് സ്ലാബിലാണ് നിൽക്കുന്നത്. നമ്മുടെ വൈദ്യുതിയുടെ ചെലവും കാര്യമാത്രമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു വർഷത്തിൽ 6 പ്രാവശ്യം കൊടുത്താൽ മതിയെങ്കിലും ഏകദേശം ഒരു 5000 രൂപ ശരാശരി ഒരു കുടുംബത്തിന് ഒരു വർഷം വൈദ്യുതി ഉപയോഗത്തിന് നഷ്ടപ്പെടുകയാണ്. സത്യത്തിൽ നമ്മൾ ഇത്തരം മേഖലയിൽ ചെറിയ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ഫാന് 3-ലേക്ക് വെക്കുക. ഒരു നില കെട്ടിടങ്ങൾക്ക് സീലിംഗ് ഫാൻ കടുത്ത ചൂടാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സീലിംഗ് ഫാൻ ഒഴിവാക്കി വാൾ ഫാൻ വെക്കുക. കുട്ടികൾക്ക് പഠിക്കുന്നതിനും ഒരു ടേബിൾ ഫാനും ടേബിൾ ലാമ്പും ഫിറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തുള്ള എനർജി ഉപയോഗം ചെയ്യുക. മാക്സിമം പകൽ സമയത്ത് കിഴക്കും പടിഞ്ഞാറും വാതിലുകളും ജനലുകളും അടച്ചിടുക. പരമാവധി പടിഞ്ഞ പോക്കുവെയിലിൻ്റെ ഭാഗത്തെല്ലാം വെള്ള നിറമടിക്കുക. വീട്ടിൻ്റെ മുകൾ വെള്ള നിറമടിക്കുക. വെള്ള നിറം എന്ന് പറയുന്ന ഒരു 50-60% പ്രകാശത്തെ പ്രതിഫലിപ്പിച്ചു കളയുന്ന ഒരു സംഗതിയാണ് വെള്ള നിറമടിക്കുക. വീട്ടിനകത്തെ പരമാവധി ട്യൂബ് ലൈറ്റിൻ്റെ അടുത്തെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന ഹോൾഡറുകളിൽ ബൾബുകൾ പിടിപ്പിച്ച് അത്യാവശ്യത്തിന് ബൾബ് ഉപയോഗിക്കേണ്ട സമയത്ത് ബൾബുകൾ ഉപയോഗിക്കുക. നമ്മുടെ വീട്ടിൽ നിലവിലുള്ള ഉപകരണങ്ങൾ കാര്യക്ഷമതയുള്ളതാണോ എന്ന് ഉറപ്പാക്കുക. അല്ലെങ്കിൽ അടുത്ത് വാങ്ങുന്ന ഉപകരണങ്ങളെല്ലാം കാര്യക്ഷമതയുള്ള സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങുക. ഇതുവഴിയൊക്കെ നമുക്ക് വൈദ്യുതി ലാഭിക്കാം. ഇത് വലിയൊരു ഡ്രൈവ് സംസ്ഥാന എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെയും സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും നേതൃത്വത്തിൽ കേരളം ഒട്ടാകെ നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുള്ള 752 ഇലക്ട്രിക്കൽ സെക്ഷനിലും ചേർന്നിട്ട് ഒരു സമ്മർ ക്യാമ്പയിൻ നടക്കുകയാണ്. ഈ സമ്മർ ക്യാമ്പയിനിലെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം തന്നെ നമ്മുടെ പീക്ക് അവേഴ്സിലുള്ള വൈദ്യുത ഉപഭോഗം കാര്യമാത്രമായി കുറയ്ക്കുക എന്നുള്ളതാണ്. കടുത്ത വേനൽ ചൂട് കാരണം എയർ കണ്ടീഷനുകളുടെ ഉപയോഗം ക്രമാതീതമായി കൂടുകയും ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഉപയോഗം കൂടുന്നതും ഇലക്ഷൻ പ്രചാരണങ്ങളുടെ ഭാഗമായി അമിതമായ വൈദ്യുതി ഉപയോഗവുമൊക്കെ അമിത ഉപഭോഗത്തിന് കാരണമായി കാണുന്നു. വൈദ്യുതി ഉപഭോഗം ഈ കാലയളവിൽ കുറയ്ക്കണമെന്ന് KSEB പരസ്യ പ്രചാരണങ്ങളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നുണ്ടെങ്കിലും വൈദ്യുതിയുടെ ഉപഭോഗം കുറയുന്നില്ല.
വൈകിട്ട് 6 മുതൽ അർദ്ധരാത്രി വരെ വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം വേണമെന്നാണ് ആവശ്യം. കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ രാത്രി 11 മണിക്ക് ശേഷം ചാർജ് ചെയ്യുന്നതും വൈദ്യുതി ഉപഭോഗം ഒരു പരിധിവരെ കുറച്ചു നിർത്തുവാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് ഭാരത് വിഷൻ.